മേപ്പാടി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള സന്നദ്ധ സംഘടനകൾക്കും പോലീസുകാർക്കും രക്ഷാപ്രവർത്തകർക്കുമെല്ലാം ഭക്ഷണം നൽകുന്നത് സന്നദ്ധ സംഘടനകളായിരുന്നു ഇന്നലെ വരെ. പക്ഷേ ഇപ്പോൾ ഉത്തരവിറങ്ങിയത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നൽകിയാൽ മതി എന്നുള്ള നിർദ്ദേശം വന്നു. ഇതോടെ സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കുന്നത് നിർത്തി. അത് ഏറെ വിവാദമായി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കമ്മ്യൂണിറ്റി കിച്ചണിലാണ്. മേപ്പാടി പോളിടെക്നിക്കിലാണ് ഈ കിച്ചൺ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളുണ്ട്. എല്ലാ ഹോട്ടൽ ഓണേഴ്സും തന്നെ ഇവിടെ എത്തിയിട്ടാണ്, ഉടമകളാണ് ഇവിടെ ഇപ്പോൾ പാകം ചെയ്യുന്നതടക്കം എല്ലാം അവരുടെ മേൽനോട്ടത്തിലാണ്. നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് പാകം ചെയ്യുന്നത്. കൂടാതെ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ നോൺ വെജ് വേണ്ട എന്നുള്ളൊരു നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. അതായത് സൈനികരായിട്ടുള്ള പലർക്കും വെജിറ്റേറിയനാണ് കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് വെജിറ്റേറിയൻ ഫുഡ് മതി എന്നാണ്. ചോറെല്ലാം പാക്ക് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് അവിടെ കാണാം. ചോറ് പൊതിയുന്നതാണ്. ഇന്ന് ചോറുണ്ട്, സാമ്പാറുണ്ട്, ഉപ്പേരിയുണ്ട്, അച്ചാറുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇത്രയും പേരുള്ളവരെല്ലാവരും തന്നെ ഒരാൾ ചോറ് വിളമ്പുന്നു, തൊട്ടുപുറകെ കറി വിളമ്പുന്നു, ഉപ്പേരി വിളമ്പുന്നു, അതെല്ലാം വിളമ്പി പൊതിഞ്ഞെത്തിക്കുന്നു. 8000 പേർക്ക് ഒരു ദിവസം ഭക്ഷണം നൽകാനാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. നമ്മളോടൊപ്പം ഇതിൻ്റെ ഭാരവാഹികൾ ചെയ്തു. ചേട്ടാ, എത്ര പേർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്? എന്തൊക്കെയാണ് ഭക്ഷണം? അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാമോ? നമ്മൾ 2000 പേർക്കാണ് ആദ്യം കൊടുത്തിരുന്നത്. രാവിലെ നിർദ്ദേശം പറഞ്ഞാൽ 4 മണിക്ക് തന്നെ കിച്ചൺ ഓപ്പൺ ആവും. 5 മണിയോട് കൂടി ഇവിടുന്ന് ഭക്ഷണം പാക്ക് ചെയ്ത് 6 മണിക്ക് മുകളിലേക്ക് തരാൻ പോകുന്നവർക്ക് ഭക്ഷണം എത്തിക്കണമെന്നാണ് ആദ്യം പറഞ്ഞത്. അത് ഞങ്ങൾ കൃത്യമായി ആ സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഉച്ചഭക്ഷണം, ചോറ്, സാമ്പാർ, ഉപ്പേരി, ഏതെങ്കിലും ഒരു കൂട്ടുകറി. ഇന്നിപ്പോൾ ഇത്രയും നേരം കൊടുത്തുകൊണ്ടിരുന്നത് ചോറ്, ഉപ്പേരി, പച്ചടി, പിന്നെന്താ പുളിയിഞ്ചി, ഇത്രയും സാധനമാണ് ഇന്ന് ഉച്ചവരെ കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ വൈകുന്നേരങ്ങളിൽ ചായ, സ്നാക്സ് വേണമെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പോലീസ് ഡോഗിനുള്ള ഫുഡ് പ്രത്യേകം തയ്യാറാക്കി അത് കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം സൈനികർ ഇറങ്ങി വരുന്ന സമയത്ത് അവർക്കുള്ള 2500 പേർക്കുള്ള ഭക്ഷണം, ചപ്പാത്തി, ഡാൽക്കറി, അതല്ലെങ്കിൽ ചപ്പാത്തി വെജ് കുറുമ, അല്ലെങ്കിൽ ഗീ റൈസ്, അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഉച്ചഭക്ഷണത്തിന് ചോറിന് പുറമെ ഇന്നിപ്പോൾ വെജിറ്റബിൾ ബിരിയാണി കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ നിർദ്ദേശം രാവിലെ 3000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്നായിരുന്നു. 8 മണി ആയപ്പോഴേക്കും കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനുശേഷം 500 പേർ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും ഉണ്ടാക്കി ഏകദേശം 9:30 മണിയോടുകൂടി മുഴുവൻ ബ്രേക്ക്ഫാസ്റ്റും ഇന്ന് കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ന് കിട്ടിയുള്ള നിർദ്ദേശം നമുക്ക് വഴിയോരത്ത് കാത്തു നിൽക്കുന്നവർ അല്ലാതെയുള്ള കുറച്ച് ആളുകൾ വരും. അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ഫുഡ് തയ്യാറാക്കി കൂടെ ചോദിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ തയ്യാറാക്കാമെന്ന് പറഞ്ഞു. ഇവിടെ എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാനാണ് പറഞ്ഞത്? 3000 പേർക്കുള്ള ഫുഡാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് 3000 ആയിരുന്നു പറഞ്ഞത്. പിന്നീട് 5000 ആക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 12 മണിയോടുകൂടി 3000 പേരുടെ സദ്യ ചോറ് പോയി കഴിഞ്ഞു. പിന്നീട് 2000 പേർക്കുള്ള വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കി അതും കൊടുത്തു കഴിഞ്ഞു. 1:30 മണിയോടുകൂടി മുഴുവൻ ആൾക്കും ഉച്ചഭക്ഷണം ലഭ്യമാകും. പലർക്കും ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായി. ഇവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളാണോ? അതായത് ആളുകൾക്ക് എത്തിക്കുന്നത് ആരാണ്? ഞങ്ങളുടെ ഈ കിച്ചൻ്റെ മേൽനോട്ടം എന്ന് പറയുന്നത് വയനാട് ജില്ലാ കമ്മിറ്റിക്കാണ്. സംസ്ഥാന സെക്രട്ടറി എന്നുള്ള എനിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ പാചക തൊഴിലാളികൾ എന്നുള്ള എനിക്ക് ഇവിടെ എത്തിച്ചേർന്നുള്ളത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഹോട്ടൽ ഉടമകളാണ്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും ഇപ്പോൾ തിരൂരിൽ നിന്ന് ആളുകൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ടീം കയറി അങ്ങനെ ഹോട്ടൽ ഉടമകളാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ സമയം ഇതിന് ശ്രദ്ധയായിട്ട് ഇവിടെയുണ്ട്. രാജേഷ് സാർ, DYSP രാജേഷ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേന മുഴുവൻ സമയം നിരീക്ഷിക്കുന്നുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ ബാബു സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം മുഴുവൻ സമയം കിച്ചണിലുണ്ട്. ഞാൻ ചോദിച്ചത് ഈ ഭക്ഷണം വിതരണം തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളിത് കൊണ്ടുപോയി കൊടുക്കുന്നത് വയനാട് ടൂറിസം അസോസിയേഷൻ്റെ ആളുകളെ അവരുടെ മെമ്പർമാരോട് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ എത്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ മെമ്പർമാരുണ്ട്. ഇവിടെ നിന്ന് പാചകം ചെയ്ത് കൺട്രോൾ റൂമിൽ എത്തിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ റവന്യൂവിൻ്റെ വണ്ടി കൂടെ നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. റവന്യൂവിൻ്റെ വണ്ടി വരുന്നു, അവരെ എടുക്കുന്നു, അവിടേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അവിടെ നിന്ന് റവന്യൂവിൻ്റെ നേതൃത്വത്തിൽ മേലേക്ക് പ്രദേശങ്ങളിൽ പോകുന്നു എന്നാണ്. 12 മണിയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല എന്നുള്ള പരാതി ഞങ്ങളോടൊത്തടക്കം പല രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആളുകളും പറഞ്ഞു. അതെന്തോ? സാർ, എൻ്റെ ഫോണിൽ രേഖകളുണ്ട്. ഞങ്ങളോട് അയക്കുന്ന ഭക്ഷണം ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഒരുപക്ഷെ നിങ്ങൾ മുകളിൽ ഇവിടെയുള്ള സന്നദ്ധ സംഘടന ആളുകളൊക്കെ ഇത്രയും ദിവസം ഈ സംഭവം നടക്കുന്ന അന്ന് മുതൽ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അവരെല്ലാവരുടെ അടുത്തേക്കും നിങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ അവരെല്ലാ സ്ഥലത്തും എത്തിച്ച ഒരു ഭക്ഷണം കൊടുത്തതായിട്ട് ഞാൻ എൻ്റെ നേരിൽ കണ്ട ഒരാളാണ്. ഇന്ന് അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ആർക്കെങ്കിലും ഭക്ഷണം കിട്ടുന്നില്ല എങ്കിൽ അവർ നേരത്തെ ആരെങ്കിലും ഇവിടെ സന്നദ്ധ സേനാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായും കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. ഞങ്ങളുടെ ഇത്ര പേര് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുണ്ടാകും എന്നൊരു വിവരം
കൺട്രോൾ റൂമിൽ കൊടുത്താൽ സന്ദീപ് സാറാണെന്ന് തോന്നുന്നു ചുമതല. സന്ദീപ് സാറിനെ വിളിച്ച് ഇത്ര പേരുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഈ കൊടുക്കുന്ന ഭക്ഷണത്തോടൊപ്പം അവർക്കും ലഭിക്കും. ഇതെന്താ പ്രശ്നം വെച്ചാൽ അവർ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ തിരയുന്ന ആളുകളുടെ കണക്ക് കൺട്രോൾ റൂമിൽ കൊടുത്തിട്ടുണ്ടാകില്ല, അതുകൊണ്ടായിരിക്കാം കിട്ടാതെ പോയത്. സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ കണക്ക് ഞങ്ങൾക്ക് തരുന്നു, കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നു. കണക്കിന് പുറത്താരെങ്കിലും വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെയുള്ള ഫുഡ് അഡീഷണൽ ഞങ്ങൾ കരുതുന്നുണ്ട് എത്തിച്ചു കൊടുക്കാൻ. ഒരു നേരം 3000 പേർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. 5000 പേർ ഒരു നേരം 5000 പേർ 5000. ഇത് പൂർണ്ണമായി സൗജന്യമായിട്ടല്ലേ നിങ്ങളുടെ ഹോട്ടൽ അസോസിയേഷൻ പൂർണ്ണമായി സൗജന്യമായാണ് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. ഞങ്ങൾ തന്നെയാണ് പർച്ചേസിങ് ആദ്യഘട്ടങ്ങളിൽ നടത്തിയിരുന്നത്. ഞങ്ങളിപ്പോൾ ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ ഇപ്പോൾ ഒരു 50,000 പേർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഞങ്ങൾക്ക് സർക്കാരിൻ്റെ അവിടെ വരുന്ന സാധനങ്ങൾ കൂടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ലഭ്യമാക്കി തരുന്നുണ്ട്. നൈറ്റ് എന്താ കൊടുക്കുന്നത്? നൈറ്റ് ഇന്ന് കൊടുക്കുന്നത് ചപ്പാത്തി, വെജ് കുറുമ, എഗ്ഗ് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നോൺ വെജ് ചിക്കൻ അങ്ങനെയൊന്നുമില്ല? നോൺ വെജ് ചിക്കൻ ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഈ പറഞ്ഞതുപോലെ സൈനികരടക്കമുള്ള ആളുകൾ കുറേ വെജാണ് കഴിക്കുന്നത്. ഇന്നലെ എഗ്ഗ് കൊടുത്തു വിട്ടിട്ടും എഗ്ഗ് ബിരിയാണി കൊടുത്തിട്ട് എഗ്ഗ് കുറച്ച് ബാക്കി വന്നു, കാരണം അവർ കഴിക്കുന്നില്ല. അതുകൊണ്ട് വെജ് മാക്സിമം ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് വെജ് ഫ്രൈഡ് റൈസ് തുടങ്ങിയിട്ടുള്ള ഐറ്റങ്ങൾ കൂടെ വൈകുന്നേരം കൊടുക്കണമെന്നാണ്. ഉപ്മാവ് കൊടുക്കുന്നത്, ഇന്നലെ പൂരിയാണ് കൊടുത്തത് രാവിലെ. എല്ലാ ഐറ്റം ഒരു ഹോട്ടലുകളിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ സന്നദ്ധ സംഘടനകൾ അവശ്യ സാധനങ്ങൾ ഇവിടേക്ക് നിങ്ങൾക്ക് തരുന്നു. ആർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഇവിടെ തന്നോട്ട് അവരോട് കൂടി നമുക്ക് തയ്യാറാക്കി കൊടുക്കും. ഇത് നാടിൻ്റെ പ്രശ്നമല്ലേ, വിവാദത്തിന് പോകേണ്ട കാര്യമല്ല. ഒരു നാടിനൊപ്പം ഹോട്ടൽ അസോസിയേഷൻ ഉണ്ട് എന്ന് അവസാനത്തെ മനുഷ്യനെയും തെരഞ്ഞ് സാധനം അടങ്ങുന്നത് വരെ ഈ കിച്ചൺ ഞങ്ങളിവിടെ പ്രവർത്തിപ്പിക്കും. സർക്കാരിൻ്റെ സഹായം ഞങ്ങൾക്ക് 100% ഉണ്ട്. ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി പൂർണ്ണമായും കേരളത്തിൽ ഹോട്ടൽ ഉടമകൾ ഈ ദുരന്തത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യനോടൊപ്പമുണ്ട്. ഈ മനുഷ്യനോടൊപ്പം ഞങ്ങളുണ്ട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള കിച്ചണാണ് പ്രവർത്തിക്കുന്നത്. ഈ അവസാന നിമിഷം വരെ ഇവർ ഈ പ്രവർത്തനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എല്ലാ സർക്കാർ ഫോഴ്സുകളുടെയും ഇവിടെ മേൽനോട്ടമുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി, ഫയർഫോഴ്സ്, പോലീസ്, എല്ലാ സേനകളുടെയും മേൽനോട്ടത്തിലാണ് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, ടീം വയനാട്.